ഹായ്, ഇത്രയും ചെറിയ ഫോൺ ഇത്രയും ചെറിയ ഫോണിലാണ് ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയതാണ് നിങ്ങൾ വിശ്വസിക്കും. ഇത്രയും ചെറിയ ഫോൺ നോക്കി, എൻ്റെ കൈപ്പത്തിയുടെ അത്ര ഉള്ളോ കണ്ടോ. അപ്പോൾ ഇത്രയും ചെറിയ ഫോണിലാണ് ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം, കാരണം അതൊരു സത്യമാണ്. എനിക്ക് കറക്റ്റ് വർഷമൊന്നും ഓർമ്മയില്ല. ഞാനൊരു 6ലും 5ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആണ് എനിക്ക് ആദ്യമായിട്ട് ഫോൺ കിട്ടില്ല. ഫോണല്ല, അത് ടാബ്ലറ്റ് ആയിരുന്നു. അതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല കാണിക്കാൻ. ഇച്ചിരി വലിയൊരു ടാബ്ലറ്റ് ആയിരുന്നു. അന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ടാബ്ലറ്റ് അച്ഛൻ വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. അപ്പോൾ അതിൽ സിമ്മിട്ടിട്ടാണ് ഞാൻ ഫോണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലത്തെ ഒരു ഫോൺ, ഇതിൻ്റെ ബ്ലാക്ക് അപ്പച്ചനും ഇതെനിക്കും ആയിട്ട് കൊണ്ടുവന്നു. ഇത് LGയുടെ അന്നത്തെ അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. പക്ഷെ ഇതിന് സെൽഫി ക്യാമറ ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് സെൽഫി ക്യാമറ ഇല്ല, ഒറ്റ കുഴപ്പമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ വലിയ ഹെവി ഫോണൊന്നും അല്ല, അറിയാലോ, ഇത്രേ ഉള്ളൂ. അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു ഫോൺ. നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് വലുപ്പൊക്കെ കൂട്ടാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ. അന്നത്തെ സമയത്ത് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഈ ഫോണിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. പല പല ഗെയിമുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പല പല ആപ്പുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. യൂട്യൂബൊക്കെ കാണുമായിരുന്നു. യൂട്യൂബിൻ്റെയൊക്കെ പഴയ വെർഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു. പക്ഷെ അതൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് വേണമായിരുന്നു കാണാൻ. കാരണം ഇത്രയും കുഞ്ഞ് സ്ക്രീൻ അല്ലേ. ഒരു 4 വർഷം ഇതിനെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പണിപ്പറ്റ് തീർന്നു. പണിപ്പറ്റ് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എന്തോ പ്രശ്നം വന്നതൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ വരുന്നത്. ഇത് നോക്കിയയുടെ 6.1 എന്ന് പറയുന്നൊരു ഫോണാണ്. ഇപ്പം ഇതൊന്നും ഓണല്ല, ഇതൊക്കെ ഡെഡാണ്, ഇതൊന്നും ഓണല്ല. അപ്പം ഇത് വന്നു. അതിൽ പിന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ജെയ്ബിൻസ് മോട്ടിവേഷൻ ഗാലക്സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചാനൽ തുടങ്ങി. അതിൽ മോട്ടിവേഷൻ വീഡിയോസ് ആയിട്ട് തുടങ്ങിക്കൊണ്ടത്. ഇപ്പം അതില്ല, ഡണ്ടാണ്, നോക്കണ്ട, നോക്കിയിട്ട് കാര്യമില്ല. അതിൽ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വ്യൂസൊക്കെ കുറഞ്ഞു. കാരണം അന്ന് നമുക്ക് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ടെക്നോളജികളെ പറ്റിയോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ വീഡിയോ ഫേസ് കാണിച്ചല്ല വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്റ്റിൽ ഇമേജ് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു വ്യൂവേഴ്സ് ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ കണ്ടു. അത് കണ്ട് സുജിത് ഭക്തൻ സാറിനെ അല്ലെങ്കിൽ സുജിത്തേട്ടനെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്കൊക്കെ വരുന്നത്. ആദ്യം അറിയാം, ഡ്രീം ക്യാപ്ചർ ബൈ ജെയ്ബിൻ എന്നായിരുന്നു ചാനലിൻ്റെ പേര്. ഈ ചാനലിൽ വരും. അപ്പം അത് വന്ന് ആദ്യമൊക്കെ ആൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ ദുബായിൽ പോകാൻ ചാൻസ് കിട്ടി. അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെയാണ് എനിക്ക് വീഡിയോയുടെ ഹെൽപ്പ് വേണം എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ സ്വയമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ കണ്ടന്റിലേക്ക് പോയത്. പിന്നെ നമുക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ഞാൻ ഏതാണെന്ന് നിങ്ങളെ കാണിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ അതെനിക്കൊരു സന്തോഷം. അങ്ങനെ പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതം ഇങ്ങനെ കിടക്കാനുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വേണമെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഉദാഹരണം, എൻ്റെ സെബ, അവള് നമ്മളെ വിട്ടു പോയി. പക്ഷെ അവളുമായിട്ട് ബന്ധപ്പെട്ട കുറേ മെമ്മറികൾ ചാനലിൽ കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അങ്ങനെ വിഷയത്തിന് തെന്നി മാറിപ്പോയി, സോറി. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷെ ജെയ്ബിൻസിലായിട്ട് ഇത് തുടങ്ങിയതല്ല കേട്ടോ. അത് ഇതിൽ തന്നെ തുടങ്ങിയത്, ശരിയാ. ഇതിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയോ 1-2 വീഡിയോസ് ഇതിലെടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. ദുബായിൽ പോയിട്ടുള്ള വീഡിയോസ് കൂടുതലും ഇതിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത്. ശരിയാ. ജെയ്ബിൻസിലായിട്ട് തുടങ്ങി ഇത് തന്നെയാണ്. മോട്ടിവേഷൻ ഗാലക്സിയും ജെയ്ബിൻസിലായിട്ടൊക്കെ തുടങ്ങി ഇത് തന്നെയാണ്. ഇതും 4 വർഷം ഉപയോഗിച്ചു. 4 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊരു റെഡ്മിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അത് ഒരു സിസ്റ്ററും ഒരു അച്ഛനോട് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതൊരു വർഷം ഓടിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ
സ്ക്രീൻ ഇഷ്യൂ വന്നു. സ്ക്രീൻ ഭയങ്കരമായിട്ട് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരുന്നു, മിന്നിക്കൊണ്ടിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങി. റെഡ്മിയുടെ ഭയങ്കര ഓവർ ഹീറ്റിംഗ് വന്നു. അപ്പം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അതിലും ഏതൊക്കെയോ 1-2 വീഡിയോസ് അതിലും എടുത്തിട്ടുണ്ട്. ഏതൊക്കെ അതിപ്പോൾ എനിക്ക് ഓർമ്മ വരണില്ല. അങ്ങനെ അത് വിറ്റിട്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന ഈ സാംസങ്ങിൻ്റെ ഫോൺ എടുത്തത്. അതിപ്പോൾ കാണിക്കാൻ നിർവാഹമില്ല, അതിലാണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ വേണമെങ്കിൽ അതിൻ്റെ വ്യൂ എന്തെങ്കിലും ഫോട്ടോയോ മറ്റോ എടുത്തിടാം, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഫോൺ കണ്ടില്ലേ. അപ്പോൾ അതിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ വീണു, ഒരു നീളത്തിലുള്ള വര ഗ്രീൻ ലൈൻ വീണു. അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ഗ്രീൻ ലൈൻ വീണിരിക്കുകയാണ് ഫോണിൽ. എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, കാരണം ഞാനതങ്ങനെ വേറെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ കാരണം എന്ന് എനിക്കറിയില്ല. എന്നേതല്ലാത്ത കാരണത്താൽ അതിന് ഗ്രീൻ ലൈൻ വന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഗ്രീൻ ലൈൻ ഉണ്ടെന്ന് മാത്രം. അപ്പം ചില സമയത്തൊക്കെ ഒരു ഓവർ ഹീറ്റിംഗ് പോലെയൊക്കെ വരാറുണ്ട്. നമ്മൾ ഈ 4K വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം അതിലാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ലൈൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പം അത് സാംസങ്ങിൻ്റെ A73 എന്ന് പറഞ്ഞ ഫോണാണ്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതും ഈ പറഞ്ഞ 4 വർഷത്തിന് മുകളിലായി. അതിപ്പോൾ 2022 ഫോണാണ്. 2021 എനിക്ക് മറ്റേ ഫോൺ കിട്ടിയത്, റെഡ്മിയുടെ. അത് കൊടുത്തിട്ട് 2022 ഇപ്പോൾ ഈ കാണുന്ന ഈ ഫോൺ എടുത്തത്. ടിൽ നൗ ഒരു പടക്കുതിരയെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. ഗ്രീൻ ലൈൻ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഫോണിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, വേറെ ഒരു പണി എനിക്ക് തന്നിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴും ഇതേപോലൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്നായിരുന്നു. അതിന് അറിയില്ല എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഓവർ ഹീറ്റിംഗ് വന്നിട്ട് അത് പിന്നെ കടയിൽ കൊടുത്ത് ഫോർമാറ്റില്ല റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ലേ, നട്ടിലും ബോട്ടിലും പോണ സാധനമല്ലേ. ഇപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ഇതൊക്കെ വരും. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു G-Show സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞിട്ട്, ഒരു കമൻട്രി സ്ക്രീൻ റീഡർ എന്നൊക്കെ പറയും. പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ വഴിയില്ല, പോട്ടെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടോ മറ്റോ വന്നതാണ് ഓവർ ഹീറ്റിംഗ്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ. അപ്പം ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ കാണിക്കാൻ അതിപ്പോൾ ഇവിടെ ഇല്ല. ഒരു മൈക്ക്, ഒരു ബോയയുടെ M1 മൈക്ക് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ല, സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഫോണിൽ അതില്ല, ആ ഒരു സിസ്റ്റം ഇല്ല. ഇതിനൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, ഇതിനൊക്കെ മറ്റേ 3.5mm ജാക്ക് എന്ന് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഫോണുകൾക്കൊന്നും അത് വരുന്നില്ല. യൂട്യൂബ് ചാനലിൽ എൻ്റെ ഗാഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ, ഒരു ഇൻസ്റ്റയുടെ X5 X5 അല്ലെങ്കിൽ X4 എന്നൊക്കെ പറഞ്ഞ കുറേ ക്യാമറകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുക്കണം എന്നൊക്കെ ഒരു ഡ്രീം മനസ്സിലുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഞാനത് അച്ചീവ് ചെയ്യും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതിന് പക്ഷെ വേണം. എങ്ങനെയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാം. അങ്ങനെ വേറെ പ്രത്യേകിച്ച് യൂട്യൂബായിട്ട് വേറെ പ്രത്യേകിച്ച് ഡ്രീംസ് ഒന്നുമില്ല. പിന്നെ ഒരു മൈക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഏതെങ്കിലും ഒരു നല്ല മൈക്ക്. അതെപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവും. അങ്ങനെ തൽക്കാലം യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗാഡ്ജറ്റ്സ്. ഈ സാംസങ്ങിൻ്റെ ഫോണിലാണ്, അറിയാമല്ലോ ഇപ്പോൾ റെക്കോർഡിങ്. അതാണ് ഇപ്പോൾ തന്നെ ക്യാമറ എഡിറ്റിംഗ് ബെഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് വേറെ ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഫോണിൽ തന്നെയാണ് എൻ്റെ എല്ലാ പരിപാടി. ആരോ ചോദിച്ചായിരുന്നു ഈ എന്തൊക്കെ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കും, എന്തൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടെയുള്ള ഉത്തരം ഈ ഒറ്റ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമൊക്കെ ചെയ്യും, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അതാണ് ഞാൻ ബിഗിനിങ് ടു എൻഡ് എന്നാണ് ഇപ്പോൾ ഉള്ളൊരു സ്റ്റേജ് വരെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഓക്കെ.